ദക്ഷിണേന്ത്യയിൽ വീണ്ടും യുദ്ധപ്രതീതി ഉണർത്തി സിന്ധു നദീജല കരാറിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക്. സിന്ധു നദീജല വ്യവസ്ഥയിലെ ഇന്ത്യയുടെ സമകാലീന നീക്കങ്ങൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇന്ത്യക്കെതിരെ നേരിട്ടുള്ള സൈനിക നടപടി സ്വീകരിക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ജലശക്തി മന്ത്രി CR പാട്ടീൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് അടുത്തിടെ പുറത്തു വന്നതാണ് പാകിസ്ഥാനെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത്. 2028 ജൂണോടെ പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദിയുടെ ഒഴുക്ക് പൂർണ്ണമായും തടയാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് മന്ത്രി ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ജലം തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ സുപ്രധാന ഭാഗമാണെന്നും ആ ജലലഭ്യതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുന്നുവെന്ന് തോന്നുന്ന നിമിഷം ഒട്ടും മടിക്കാതെ ഇന്ത്യക്കെതിരെ യുദ്ധം ആരംഭിക്കുമെന്നും കടുത്ത ഭാഷയിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. ജലം പങ്കിടുന്ന നിലവിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താനോ നിയന്ത്രിക്കാനോ ഇന്ത്യ ഔദ്യോഗികമായി നീങ്ങുന്നുവെന്ന് സൂചന ലഭിച്ചാൽ ഉടൻ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്നാണ് പാകിസ്ഥാന്റെ ഭീഷണി. 1960 ലോക് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ചരിത്രപ്രസിദ്ധമായ സിന്ധു നദീതട കരാർ പ്രകാരം ഈ നദീവ്യവസ്ഥയിലെ ഏകദേശം 80% ജലവും പാകിസ്ഥാനാണ് ലഭിക്കുന്നത്. പാകിസ്ഥാന്റെ കൃഷി, ജലസേചനം, കുടിവെള്ള ലഭ്യത, മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥ എന്നിവ പൂർണ്ണമായും നദീതടത്തെ ആശ്രയിച്ചു നിൽക്കുന്നതിനാൽ ഈ ജലമൊഴുക്കിൽ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും കാർഷിക മേഖലയെയും പൂർണ്ണമായി തകർക്കും. എന്നാൽ വർഷങ്ങളായി മാറ്റമില്ലാതെ തുടർന്ന ഈ കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ്. 2025 ഏപ്രിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ക്രൂരമായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകര സംഘടനയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ വിശ്വസനീയവും ശാശ്വതവുമായ നടപടി സ്വീകരിക്കുന്നത് വരെ കരാർ പൂർണ്ണമായും മരവിപ്പിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇന്ത്യ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഇന്ത്യ ജലവിഹിതം തടസ്സപ്പെടുത്തുമെന്ന ഭീതി ഉയർന്നതോടെ ഇന്ത്യ ജനാബ് നദിയിൽ നിന്ന് വെള്ളം തിരിച്ചുവിടുന്നതിനായി വൻതോതിലുള്ള നദീ സംയോജന പദ്ധതി ലക്ഷ്യമിടുന്നുണ്ടെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആരോപിച്ച് പാക് ഉപമുഖ്യമന്ത്രി ഇഷാഖ് ദർ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ അടിയന്തര ഇടപെടൽ തേടിയിട്ടുണ്ട്. നിലവിൽ കടുത്ത ജലക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കടുത്ത വരൾച്ചയും നേരിടുന്ന പാകിസ്ഥാന് ജലം നിലനിൽപ്പിന്റെ പ്രശ്നമാണെങ്കിൽ അതിർത്തിയിലെ ഭീകരവാദത്തോട് ഇനി വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇരു ആണവായുധ ശക്തികളും തമ്മിലുള്ള ഈ ജലതർക്കം ദക്ഷിണേന്ത്യയെ മറ്റൊരു വലിയ യുദ്ധ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്.